Hello everyone, welcome to Learn Smart 10th Standard Chemistryയിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണത്. സോ പാർട്ട് 1 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, തീർച്ചയായും കാണണം. സോ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ചാപ്റ്ററിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. സോ അതിൽ ഫസ്റ്റ് വൺ combination reaction, then decomposition, then displacement reaction, then double displacement, then at last oxidation and reduction. വേറൊരു ചെറിയ ടോപ്പിക്കും കൂടി ഉണ്ട്, ഓക്സിഡേഷൻ ഇൻ എവറിഡേ ലൈഫ്, ദറ്റ് ഈസ് കൊറോഷൻ ആൻഡ് ആൻസിഡിറ്റി. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് കോമ്പിനേഷൻ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. സോ കെമിക്കൽ റിയാക്ഷൻസ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായും കാണണം, എന്നിട്ട് മാത്രം ഈ വീഡിയോ കാണാം. കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇത്. നിങ്ങൾക്ക് മുഴുവനായിട്ട് ചാപ്റ്റർ മനസ്സിലാവണമെങ്കിൽ അങ്ങനെ ഓർഡറിൽ തന്നെ പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണാം. സോ കെമിക്കൽ റിയാക്ഷൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. സോ ഈ റിയാക്ടൻസിലുള്ള ആറ്റംസ് ഉണ്ടാവും, ഈ ആറ്റംസ് തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവും അല്ലേ. സോ ഈ റിയാക്ടൻസിൻ്റെ ആറ്റംസ് തമ്മിലുള്ള ബോണ്ടിങ് ബ്രേക്ക് ചെയ്തിട്ട് ആണ് പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നത്. സോ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ പുതിയ മേക്കിംഗ് ഓഫ് ബോണ്ട്സ് ആണ് അല്ലേ. സോ കെമിക്കൽ റിയാക്ഷൻസിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? ഇറ്റ് ഇൻവോൾവ് ദ ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് ബോണ്ട്സ് between atoms to produce new substances, that means to produce products. Okay, സോ ഫസ്റ്റ് റിയാക്ഷൻ കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. സോ അതിൻ്റെ പേരിലുള്ള പോലെ തന്നെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പൈൻ ചെയ്യുകയാണ് അല്ലേ. സോ 2 or more റിയാക്ടൻസ് കമ്പൈൻ ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന്. സോ നമുക്കൊരു എക്സാമ്പിൾ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ക്യുക്ക് ലൈം ആണ് അല്ലേ. ക്യുക്ക് ലൈം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ ക്യുക്ക് ലൈം? ചുണ്ണാമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, ചുണ്ണാമ്പ് വൈറ്റ് കളറിലല്ലേ ചുണ്ണാമ്പ്. സോ ഒരു ബീക്കറിൽ കുറച്ച് കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്യുക്ക് ലൈം എടുക്കണം, എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം, വാട്ടർ ആഡ് ചെയ്തു. സോ H2O വാട്ടർ ആഡ് ചെയ്തപ്പോൾ നമ്മൾ ആ ബീക്കർ ടച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അവിടെ ഒരു ഹോട്ട്നെസ് ഫീൽ ചെയ്യും അല്ലേ. കാരണം എന്താ, അവിടെ ക്യുക്ക് ലൈമും വാട്ടറും കൂടി ആഡ് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഹീറ്റിൻ്റെ പ്രസൻസ് ആണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്ന ആ വാംനെസ്. സോ ഇവിടെ ഈ കാൽസ്യം ഓക്സൈഡും വാട്ടറും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് സ്ലേക്കഡ് ലൈമാണ് കേട്ടോ, സ്ലേക്കഡ് ലൈമാണ്. പ്ലസ് ഹീറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓരോ റിയാക്ഷൻ്റെയും അതിൻ്റെ ബേസിൽ അത് ഏത് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൂടി നമ്മൾ എഴുതും. ഇപ്പോൾ കാൽസ്യം ഓക്സൈഡ് ചുണ്ണാമ്പ് എന്ന് പറയുന്നത് ഏത് ഫോമിലാണ്? സോളിഡ് ആണ് അല്ലേ. സോ നമ്മൾ S വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. വാട്ടർ ഏത് ഫോമിലാണ്? ലിക്വിഡ് ഫോമിലാണ്, L വെച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ നോക്കി, കാൽസ്യം ഓക്സൈഡ് എന്താണ്? ക്യുക്ക് ലൈം. കാൽസ്യം ഓക്സൈഡ് ക്യുക്ക് ലൈമാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് സ്ലേക്കഡ് ലൈമാണ്. സ്ലേക്കഡ് ലൈം. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ നോക്കി. CaO എന്ന് പറയുന്നത് ഒരു റിയാക്റ്റൻ്റ് ആണ്, H2O എന്ന് പറയുന്നത് ഒരു റിയാക്റ്റൻസ് ആണ് അല്ലേ. സോ ഈ രണ്ട് റിയാക്റ്റൻറ്റും കൂടി റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്തു, അതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ റിയാക്ഷൻ ഇൻ വിച്ച് എ സിംഗിൾ പ്രൊഡക്റ്റ് ഈസ് ഫോംഡ് ഫ്രം 2 or more റിയാക്റ്റൻസ്, അതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, ഇനി കോമ്പിനേഷന് വേറൊരു എക്സാമ്പിളും കൂടി പറയാം. ബേണിംഗ് ഓഫ് കോൾ. കോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. കോൾ എന്താണ്? കരിയാണ്. സോ ബേണിംഗ് ഓഫ് കോൾ, ഈ കോളിലുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കാർബൺ ആണ്. മെയിൻ സബ്സ്റ്റൻസ് അതിൽ കാർബൺ ആണ്. കാർബണിൻ്റെ ഒരു ഫോമാണ് കോള്. സോ കാർബൺ, ബേണിംഗ് ഓഫ് കോൾ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ മീനിങ്? ദാറ്റ് ഈസ് റിയാക്ടിങ് വിത്ത് ഓക്സിജൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ബേണിംഗ് ഓഫ് കോൾ എന്ന് പറയുന്നത് കാർബൺ പ്ലസ് ഓക്സിജൻ. ഓക്സിജൻ ഏത് ഫോമിലാണ്?
ഡയറ്റോമിക് ഫോമിലാണ്. സോ C+O2 ഈസ് ഫോമിങ് CO2. ഓക്കെ, ഇവിടെയും വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ സബ്സ്റ്റൻസിൻ്റെ നേച്ചർ വേണമെങ്കിൽ എഴുതാം. ലൈക്ക് കാർബൺ ഏത് ഫോമാണ്? സോളിഡ് ഫോമാണ്. ഓക്സിജൻ ഏത് ഫോമിലാണ്? ഗേഷ്യസ് ഫോമിലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഏതിലാണ്? ഗേഷ്യസ് ആണ്. സോ ഇങ്ങനെ റിപ്രസെൻ്റ് ചെയ്താന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ് ആണ് അവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതും ഏതിന് എക്സാമ്പിളാണ്? കോമ്പിനേഷനാണ്. C+O2 രണ്ട് സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റാണ് അവിടെ ഫോം ചെയ്യുന്നത്. എന്താണ്? CO2 ആണ്. സോ 2 or more reactants reacts and forms one single product. അതിനാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നേരത്തെ ആ ക്യുക്ലൈമിൻ്റെ കേസ് ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ആ ക്യുക്ലൈം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. സോ ഇങ്ങനെയുള്ള റിയാക്ഷന് നമ്മൾ പറയുന്ന പേരാണ് എക്സോതെർമിക് റിയാക്ഷൻസ്. ഓക്കെ, എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത് reactions that released energy in the form of heat and light. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ആ ബീക്കർ നമുക്ക് തൊട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഹോട്ട്നെസ് ഫീൽ ചെയ്യുന്നു പറഞ്ഞു അല്ലേ. നമ്മൾ നോർമലി നമുക്ക് ചുറ്റും നമ്മൾ കണ്ടിട്ടുള്ള ഒരു റിയാക്ഷൻ തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷനെയാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഏത് റിയാക്ഷനിലാണോ അവിടെ ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റിൻ്റെയും ലൈറ്റിൻ്റെയും ഫോമിൽ എനർജി റിലീസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള റിയാക്ഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് എക്സോതെർമിക് റിയാക്ഷൻസ്. ഓക്കെ, ഇനി എക്സോതെർമിക് റിയാക്ഷന് വേറൊരു എക്സാമ്പിൾ പറയാം. ബേണിംഗ് ഓഫ് നാച്ചുറൽ ഗ്യാസ്. ബേണിംഗ് ഓഫ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമുക്കറിയാം നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടേഴ്സ് അല്ലേ, ഗ്യാസ്. സോ അത് ബേൺ ചെയ്യുന്ന സമയത്തും അതിലുള്ളൊരു ഗ്യാസ് ബേൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫുഡ് കുക്ക് ചെയ്യുന്നത് അല്ലേ. അതേപോലെ നാച്ചുറൽ ഗ്യാസിലുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. സോ അതിൽ മെയിൻ കമ്പോണൻറ്റ് CH4 ആണ്. CH4 എന്ന് പറയുന്നത് മീതെയിൻ ആണ് കേട്ടോ. സോ മീതെയിൻ ബേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് റിയാക്ടിങ് വിത്ത് ഓക്സിജൻ O2 അല്ലേ. സോ ഹിയർ they are forming CO2 plus H2O. It is an example of exothermic reactions ആണ് കേട്ടോ. എക്സോതെർമിക് റിയാക്ഷൻ ഉള്ളൊരു എക്സാമ്പിൾ ആണിത്. സോ ഇവിടെ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. സോ പ്ലസ് ഹീറ്റ്. സോ ഇങ്ങനെയുള്ള റിയാക്ഷൻസിനാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഡൈജഷൻ ഓഫ് ഫുഡ് ഡൈജസ്റ്റ് ആയി കഴിയുന്ന സമയത്ത് ഉണ്ടാവുന്ന റിയാക്ഷനും എക്സോതെർമിക് ആണ്. കാരണം നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടുന്നുണ്ട് അല്ലേ. ആ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫുഡിൻ്റെ ഡൈജഷനിൽ നിന്നും ഉണ്ടാവുന്ന എനർജിയാണ്. സോ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സൊക്കെ നമ്മൾ എന്ത് പറയും? എക്സോതെർമിക് എന്ന് പറയും കേട്ടോ. എക്സോ പുറത്തേക്ക്. സോ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് എക്സോതെർമിക് ആണ്. അപ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻസ് നോർമലി ഏത് റിയാക്ഷൻസ് ആണ്? എക്സോതെർമിക് റിയാക്ഷൻസ് ആണ്. സോ നമുക്കിനി അടുത്തതിലേക്ക് പോവാം. ഡീകമ്പോസിഷൻ റിയാക്ഷൻ. സോ നെക്സ്റ്റ് റിയാക്ഷനാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അതും അതിൻ്റെ പേര് തന്നെ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും അല്ലേ. ഡീകമ്പോസ് ചെയ്യുക, ദാറ്റ് മീൻസ് ഡിസോസിയേറ്റ് ചെയ്യുക അല്ലേ. ഒരു സബ്സ്റ്റൻസ് ഡിസോസിയേറ്റ് ചെയ്തുണ്ടാവുന്ന പ്രൊഡക്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻസ്. ഒരു എക്സാമ്പിൾ പറയാം. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ ആണ്. കാൽസ്യം കാർബണേറ്റ് സോളിഡ് ഫോമാണ്. സോ ഈ കാൽസ്യം കാർബണേറ്റ് നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ, ഇപ്പോൾ നമുക്ക് ഈ കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയത് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ലാബിലൊന്നും കാണിച്ചു തരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സ്കൂളിലാണെങ്കിലും സ്കൂളില്ലാത്ത കാരണം നിങ്ങൾക്ക് ലാബിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് നോർമലി കാണിച്ചു തരുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. സോ കാൽസ്യം കാർബണേറ്റ് ലൈം സ്റ്റോൺ അത് നമ്മൾ ഹീറ്റ് ചെയ്യണം അല്ലേ. ദാറ്റ് മീൻസ് നമ്മളിവിടെ ഹീറ്റ് നമ്മൾ കൊടുക്കുകയാണ്. ഈ റിയാക്ഷന് നമ്മൾ ഹീറ്റ് കൊടുക്കണം. സോ നിങ്ങൾ ആരോ മാർക്കിൻ്റെ മേലെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം. ഹീറ്റിംഗ്, നമ്മൾ കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ കാൽസ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ 2 പ്രൊഡക്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. ഒന്ന് കാൽസ്യം ഓക്സൈഡും പിന്നെ ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡും. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും അല്ലേ. സോ
അങ്ങനെ കാൽസ്യം കാർബണേറ്റ് എടുത്ത് ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ കാൽസ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. കാൽസ്യം ഓക്സൈഡ് ഇങ്ങനെയാണ് ടെസ്റ്റ് ട്യൂബിൽ തന്നെ ഉണ്ടാവും അല്ലേ, സോളിഡ് ഫോമിലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഏത് ഫോമിലായിരിക്കും? ഗേഷ്യസ് ഫോമിലാണ്. ഒരു വേപ്പേഴ്സ് പോകുന്നുണ്ടാവും അല്ലേ, ആ വേപ്പർ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോ നമുക്കിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേപ്പർ ഓക്സിജൻ ആണെങ്കിലും ഹൈഡ്രജൻ ആണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും അത് മനസ്സിലാക്കാൻ ചെറിയ ചെറിയ കുഞ്ഞു ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ഓക്സിജൻ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക് നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മേലെ കാണിക്കുകയാണെങ്കിൽ ഓക്സിജൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ മാച്ച് സ്റ്റിക്ക് നല്ലോണം കത്തും അല്ലേ. ഹൈഡ്രജൻ ആണെങ്കിൽ അതെന്ത് ചെയ്യും? ഒരു പോപ്പ് സൗണ്ടിൽ അത് കത്തിയിട്ട് അണഞ്ഞു പോകും. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ അത് മൊത്തം എന്ത് ചെയ്യും? ആ മാച്ച് സ്റ്റിക്ക് മൊത്തം അണഞ്ഞു പോകും അല്ലേ. സോ ഇങ്ങനെയാണ് നമ്മൾ 3 ഗ്യാസസ് നമുക്ക് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മനസ്സിലാക്കുന്നത്. സോ ഇതുപോലെ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു സിംഗിൾ പ്രൊഡക്റ്റാണ് കാൽസ്യം കാർബണേറ്റ്. അത് ഹീറ്റ് ചെയ്ത സമയത്ത് അവിടെ 2 പ്രൊഡക്ട്സ് ഉണ്ടായി അല്ലേ, കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. സോ ഈ കാൽസ്യം കാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് 2 പ്രൊഡക്ട്സ് ഉണ്ടായി. ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സിംഗിൾ റിയാക്ടൻറ്റ് ബ്രേക്സ് ഡൗൺ ടു ഗിവ് സിംപ്ലർ പ്രൊഡക്ട്സ്. സിംഗിൾ റിയാക്ടൻറ്റ് ബ്രേക്സ് ഡൗൺ ടു ഗിവ് സിംപ്ലർ പ്രൊഡക്ട്സ്. ഇങ്ങനെയുള്ള റിയാക്ഷനാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. സോ നോർമലി ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ നമ്മൾ എനർജി സപ്ലൈ ചെയ്യണം അല്ലേ. എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഓർ ലൈറ്റ്. ഹീറ്റിൻ്റെ ഫോമിലാണെങ്കിലും അതേപോലെ തന്നെ ലൈറ്റിൻ്റെ ഫോമിലാണെങ്കിലും എനർജി നമ്മൾ സപ്ലൈ ചെയ്താൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ? ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എനർജി സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷന് പറയുന്ന പേരാണ് എൻഡോതെർമിക് റിയാക്ഷൻസ്. ഓക്കെ, എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ദ റിയാക്ഷൻസ് ഇൻ വിച്ച് എനർജി ഈസ് അബ്സോർബ്ഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഓർ ലൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എനർജി നമ്മൾ സപ്ലൈ ചെയ്യണം. ഹീറ്റിൻ്റെ ഫോമിലാണെങ്കിലും ലൈറ്റിൻ്റെ ഫോമിലാണെങ്കിലും എനർജി സപ്ലൈ ചെയ്യണം. സോ ആ എനർജി ഉപയോഗിച്ചാണ് ആ റിയാക്റ്റൻ്റ് ഡിസോസിയേറ്റ് ചെയ്ത് പ്രൊഡക്ട്സ് ഉണ്ടാവുന്നത്. സോ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് എൻഡോതെർമിക് റിയാക്ഷൻസ്. നോർമലി ഓൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസും എൻഡോതെർമിക് റിയാക്ഷൻസ് തന്നെയാണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. FeSO4 ദാറ്റ് മീൻസ് ഫെറസ് സൾഫേറ്റ് ആണിത്. സോ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഫെറസ് സൾഫേറ്റ് എടുത്തിട്ട് ഹീറ്റ് ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റിയാണിത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഫെറസ് സൾഫേറ്റ് എടുത്ത് ഹീറ്റ് ചെയ്യുകയാണ്. സോ ഫെറസ് സൾഫേറ്റിന് നോർമലി ഗ്രീൻ കളറാണ്. അപ്പോൾ ഇത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവിടെ ഒരു കളർ ചേഞ്ച് ഉണ്ടായി. ആ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എടുത്തത് ഗ്രീൻ കളർ പ്രൊഡക്റ്റ് ആണ് അല്ലേ, അല്ല ഗ്രീൻ കളർ സബ്സ്റ്റൻസ് ആണ്. സോ അത് ഹീറ്റ് ചെയ്ത സമയത്ത് ദേ ആർ ഫോമിങ് ferric oxide Fe2O3 ferric oxide plus SO2 plus SO3. സോ ഈ ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു റെഡിഷ് ബ്രൗൺ കളറിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഗ്രീൻ കളർ സബ്സ്റ്റൻസ് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ എടുത്തു, അത് ഹീറ്റ് ചെയ്ത സമയത്ത് ആ ഗ്രീൻ കളർ ഉള്ള സബ്സ്റ്റൻസിൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ട് ബ്രൗൺ കളറായിട്ട് മാറി അല്ലേ. സോ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം അവിടെ ഒരു റിയാക്ഷൻ നടന്നു എന്നുള്ള കാര്യം നമുക്ക് അവിടെ വ്യക്തമാണ്. സോ ആ ഉണ്ടാവുന്ന പ്രൊഡക്റ്റിന് ഒരു ബ്രൗൺ കളറായിരുന്നു, ഒരു റെഡിഷ് ബ്രൗൺ കളറായിരുന്നു. സോ ആ പ്രൊഡക്റ്റ് ഏതാണ്? ഫെറിക് ഓക്സൈഡ് ആണ്. ഇനി അതിൽ നിന്ന് ആ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് സൾഫറിൻ്റെ സ്മെല്ലുള്ള അല്ലെങ്കിൽ സൾഫറിൻ്റെ ഓർഡറുള്ള ഒരു ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഗ്യാസ് ഏതാണ്? സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും ആണ്. സോ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നോർമലി കോമ്പിനേഷൻ റിയാക്ഷൻസ് ആണെങ്കിൽ അത് എക്സോതെർമിക് റിയാക്ഷൻസും ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് നോർമലി എൻഡോതെർമിക് റിയാക്ഷൻസ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ ഇത് 2 റിയാക്ഷൻസും? സോ നെക്സ്റ്റ് റിയാക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ മീനിങ്? ഒരു സ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാനത്തിലേക്ക് അതിനെ പ്ലേസ് ചെയ്യുക അല്ലേ, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. സോ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു വെസലിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുകയാണ്, ദാറ്റ് ഈസ്
CuSO4 ആണ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിന് നോർമലി ഒരു ബ്ലൂ കളർ സൊല്യൂഷനാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളർ സൊല്യൂഷനാണ്. സോ ഈ CuSO4ലേക്ക് നമ്മൾ അയൺ നെയിൽസ് ഇട്ടാണ്. അയൺ നെയിൽസ് അല്ലേ. സോ അയൺ എന്താണ്? Fe ആണ്. സോ ഈ അയൺ നെയിൽസ് നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഇടണം. നമുക്കറിയാം അയണിൻ്റെ നോർമലി അയണിൻ്റെ കളർ എന്താ? നല്ലൊരു സിൽവറി കളറാണ് അല്ലേ. പുതിയ അയൺ നെയിൽസ് ഒക്കെ ആണെങ്കിൽ നല്ല സിൽവറി, നല്ല ഷൈനിങ് ആണ് അയൺ. സോ ഈ അയൺ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്തു. കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെ ഒരു റിയാക്ഷൻ നടക്കും. ആ റിയാക്ഷൻ്റെ ഇതിൽ കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളറ് അവിടെ ചേഞ്ച് ചെയ്തിട്ട് ഒരു പെയിൽ ഗ്രീൻ കളറായിട്ട് മാറും. ദാറ്റ് മീൻസ് അവിടെ ബ്ലൂ കളർ അവിടെ ഫെയ്ഡ് ആവും അല്ലേ. അപ്പോൾ Fe എന്ന് പറയുന്നതാണ് അയൺ. ഈ അയൺ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തു, CuSO4ലേക്ക് ആഡ് ചെയ്തു. സോ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് റിയാക്ഷൻ ദ പ്രൊഡക്റ്റ് ഫോംഡ് ഈസ് FeSO4 പ്ലസ് Cu. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കോപ്പർ സൾഫേറ്റിൻ്റെ ആ ബ്ലൂ കളർ അവിടെ ഫെയ്ഡായി എന്ന് പറഞ്ഞു അല്ലേ. സോ ആ സൊല്യൂഷൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ട് ഒരു പെയിൽ ഗ്രീൻ കളറായിട്ട് മാറി. സോ ആ ഗ്രീൻ കളറായി മാറിയ പ്രൊഡക്റ്റ് എന്താണ്? FeSO4 ആണ് ആ പ്രൊഡക്റ്റ്. ഇനി ആ അയൺ നെയിൽ നമ്മൾ കുറച്ചൊരു 30 മിനിറ്റ്സ് നമ്മൾ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഇട്ടിട്ട് നമ്മളത് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അയണിൻ്റെ ആ ഷൈനിങ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ആ അയൺ നെയിലിൻ്റെ ചുറ്റും ഒരു ബ്രൗൺ കളർ ഒരു കോട്ടിങ് കാണാൻ പറ്റും. സോ അയണിൻ്റെ ആ ഷൈനിങ് ഒക്കെ നഷ്ടപ്പെട്ട് അതിൻ്റെ മേലെ ഒരു ബ്രൗൺ കളർ കോട്ടിങ് കാണാൻ പറ്റും. സോ ആ ബ്രൗൺ കളർ കോട്ടിങ് എന്തുകൊണ്ടാണ് ഉണ്ടാവുക? ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ Fe എന്ന് പറയുന്ന അയൺ ഉണ്ട്, Ce എന്ന് പറയുന്നത് ഒരു അയോണാണ്, Fe എന്ന് പറയുന്നത് ഒരു അയോണാണ് അല്ലേ. വാട്ട് ഈസ് മീൻ ബൈ അയോൺ? അയോൺ എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ്ഡ് ആറ്റംസിനെയാണ് അയോൺസ് എന്ന് പറയുക അല്ലേ. നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ ഓൾറെഡി പഠിച്ചതാണ്. സോ Fe അയോൺ ഉണ്ട്, Cu അയോൺ ഉണ്ട്, SO4 അയോൺ ആണ്. സോ ഇവിടെ ഈ Fe ഇവിടെ എന്താ ചെയ്യുന്നത്? Cuനെ ഇവിടെ നിന്ന് മാറ്റി കോപ്പറിനെ ഇവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തു അല്ലേ. കോപ്പറിനെ ഇവിടെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് ആ പൊസിഷനിലേക്കാണ് Fe വന്ന് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. അതാണ് FeSO4 ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ഈ Cu എവിടേക്കാണ് പോകുന്നത്? നമ്മളിതിൽ അയൺ നെയിൽസ് ഇട്ടിട്ടില്ലേ, ആ അയൺ നെയിൽസിൽ ചെന്നാണ് ഈ കോപ്പർ ഡെപ്പോസിറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് അയണിൻ്റെ ആ ഷൈനിങ് നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ മേലെ ഈ കോപ്പറിൻ്റെ ഒരു ബ്രൗൺ കോട്ടിങ് അവിടെ വരാനുള്ള കാരണം. സോ ഈ Fe ഈസ് ഡിസ്പ്ലേസിങ് Cu ഫ്രം CuSO4. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത് ആരാണ്? Fe അയൺ ആണ്. ഈ റിയാക്ഷനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുക. സോ ഇതുപോലെ എല്ലാ എലമെൻസിനും അല്ലെങ്കിൽ എല്ലാ ആറ്റംസിനും ഇതുപോലെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആക്ച്വലി ദ ആൻസർ ഈസ് നോ. ബിക്കോസ് ഈ കേസിൽ അയൺ എന്ന് പറയുന്നത് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയൊരു മെറ്റലാണ്. അതുകൊണ്ടാണ് അയൺ കോപ്പറിനെ കോപ്പർ സൾഫേറ്റിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാനുള്ള റീസൺ. ഇനി അപ്പോൾ റിയാക്ടിവിറ്റിയുടെ ബേസിസിലാണ് എലമെൻറ്റ്സ് ഒരു എലമെൻറ്റിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ ഞാൻ പറയണം, ഇവിടെ CuSO4ന് പകരം ഇവിടെ മെഗ്നീഷ്യം സൾഫേറ്റ് ആണെന്ന് വിചാരിക്കാം. മെഗ്നീഷ്യം സൾഫേറ്റ് ആണെങ്കിൽ ഇവിടെ അയണിന് ഈ മെഗ്നീഷ്യം സൾഫേറ്റിൽ നിന്നും മെഗ്നീഷ്യത്തിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? റീസൺ ഈസ് മെഗ്നീഷ്യം ഈസ് മോർ റിയാക്റ്റീവ് ദാൻ അയൺ. അയണിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതൽ ഏതിനാണ്? മെഗ്നീഷ്യത്തിനാണ്. സോ മെഗ്നീഷ്യത്തിനെ ഇവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ അയണിന് പറ്റില്ല. പക്ഷേ ഈ കേസസിൽ കോപ്പർ വളരെ റിയാക്ടിവിറ്റി കുറഞ്ഞൊരു മെറ്റലാണ്. കോപ്പർ, അതുപോലെ തന്നെ ഗോൾഡ് അല്ലേ, ഓറം ഗോൾഡ്, അതുപോലെ പ്ലാറ്റിനം, ഇതൊക്കെ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസാണ്. സോ ഇതിനൊക്കെ ഡിസ്പ്ലേസ് ചെയ്യാൻ കുറച്ചുകൂടി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിന് സാധിക്കും. സോ റിയാക്ടിവിറ്റി സീരീസിൻ്റെ ബേസിസിലാണ് നോർമലി ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്നത്. വേറൊരു എക്സാമ്പിൾ പറയാം. സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ആണെങ്കിൽ നോർമലി സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. സോ സിങ്ക് എന്ത് ചെയ്യും? കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ റിമൂവ് ചെയ്യും അല്ലേ. സോ ദ പ്രൊഡക്റ്റ് ഫോം ഈസ് സിങ്ക് സൾഫേറ്റ്. ആ പൊസിഷനിലേക്ക് സിങ്ക് ഓക്യുപ്പൈ ചെയ്തു. സിങ്ക് സൾഫേറ്റ് പ്ലസ് ദെൻ റിമൈനിങ് കോപ്പർ. ഓക്കെ, സോ റിയാക്ടിവിറ്റിയുടെ ബേസിസിലാണ്
നോർമലി ഈ എലമെൻറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് നടത്തുന്നത്. സോ വാട്ട് ഈസ് റിയാക്ടിവിറ്റി സീരീസ് അല്ലേ? റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത് എന്താണ്? എലമെൻറ്റ്സിന് അതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ബേസിസിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുക. നോർമലി മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് സോഡിയവും പൊട്ടാസ്യം. സോഡിയം പൊട്ടാസ്യം ഹൈലി റിയാക്റ്റീവ് ആയ മെറ്റൽസ് ആണ്. ഇനി ഇതിൻ്റെ താഴെ വരുന്നതാണ് മെഗ്നീഷ്യം, കാൽസ്യം, അലുമിനിയം, അതുപോലെ തന്നെ അയൺ, സിങ്ക്. ദെൻ സിങ്കിന് താഴെയാണ് Fe വരിക, Fe, Pb, ലെഡ്, കോപ്പർ, Cu, പിന്നെ ഗോൾഡ്, ഓർ. ഇതിനും താഴെയാണ് പ്ലാറ്റിനം വരിക കേട്ടോ. സോ ഇങ്ങനെയാണ് അതിൻ്റെ റിയാക്ടിവിറ്റി സീരീസ് പോകുന്നത്. ഇവിടെ ഇത് റിയാക്റ്റീവ് കൂടിയ എലമെൻറ്റ്സ് ആണ് സോഡിയവും പൊട്ടാസ്യമൊക്കെ. റിയാക്ടിവിറ്റി കുറഞ്ഞതാണ് കോപ്പറും ഗോൾഡും ലെഡൊക്കെ. സോ ഇതാണ് റിയാക്ടിവിറ്റി സീരീസ്. റിയാക്ടിവിറ്റി സീരീസിൻ്റെ ബേസിസിലാണ് നോർമലി ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത റിയാക്ഷനാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലേ? സോ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആറ്റത്തിനെ മാത്രം അല്ലെങ്കിൽ ഒരു അയോണിനെ മാത്രം ഡിസ്പ്ലേസ് ചെയ്യുന്നതാണ് സിംഗിൾ നമ്മൾ പറഞ്ഞ ഇപ്പോഴത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ട് അയോൺസും പരസ്പരം ഡിസ്പ്ലേസ് ചെയ്യുക അല്ലേ? എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് ആണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ സോഡിയം സൾഫേറ്റ്. നമ്മളിപ്പോൾ ഒരു ബീക്കറിലേക്ക് സോഡിയം സൾഫേറ്റ് എടുക്കണം. സോഡിയം സൾഫേറ്റിലേക്ക് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ the product formed is barium sulfate plus sodium chloride. അപ്പോൾ നമ്മൾ സോഡിയം സൾഫേറ്റിലേക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു വൈറ്റ് കളർ ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നു. വൈറ്റ് കളർ ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസ്. ആ വൈറ്റ് കളർ ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസ് ആണ് ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത്. സോ ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡ്സ് ആണ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ വൈറ്റ് കളർ ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് പ്രിസിപ്പിറ്റേറ്റ് എന്ന്. പ്രിസിപ്പിറ്റേറ്റ്. സോ പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷനെ നമ്മൾ പ്രിസിപ്പിറ്റേറ്റ് റിയാക്ഷൻ എന്ന് പറയും. സോ നോർമലി ഈ റിയാക്ഷൻ എന്താണ്? പ്രിസിപ്പിറ്റേറ്റ് റിയാക്ഷനാണ്. കാരണം ഇൻ ദിസ് റിയാക്ഷൻസ് ദ ഫോർമേഷൻ ഓഫ് പ്രിസിപ്പിറ്റേറ്റ് ഇറ്റ് ഈസ് ദർ അല്ലേ? സോ ഇറ്റ് ഈസ് എ പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻ. സോ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത് പ്രിസിപ്പിറ്റേറ്റ് ആണ്. ഇനി ഇവിടെ എങ്ങനെയാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്? ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഈ സൾഫേറ്റ് അല്ലേ, ഈ സൾഫേറ്റിൽ നിന്ന് എന്താ സംഭവിക്കുന്നത്? ബേരിയം ഈ പൊസിഷനിലേക്കും വരുന്നു, സോഡിയം ഈ പൊസിഷനിലേക്കും വരുന്നു അല്ലേ? സോഡിയം ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, ബേരിയം സൾഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. സോ ആക്ച്വലി ദർ ഈസ് എൻ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് ബിറ്റ്വീൻ ദ റിയാക്ടൻസിൻ്റെ അയോൺസ് തമ്മിലുള്ള എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. So it is an exchange of ions between the reactants. It is called double displacement reaction. So രണ്ട് അയോൺസും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നതിനാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയാം. So next one, it is oxidation and reduction. So first oxidation എന്താണെന്ന് പറയാം. Oxidation എന്ന് പറയുന്നത് actually it is an addition of oxygen. That means if a substance gain oxygen during a reaction, it is said to be oxidized reaction. Okay, for example, when we consider copper plus oxygen. Copper normally brown color ആണ്. കോപ്പർ നമ്മൾ കോപ്പർ ക്രിസ്റ്റൽസ് എടുത്തിട്ട് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു ചൈന ഡിഷിൽ കോപ്പർ ക്രിസ്റ്റൽസ് എടുത്തിട്ട് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഹീറ്റ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഹീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇതിൻ്റെ മേലെ എഴുതണം. ആ റിയാക്ഷനിൽ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആരോ മാർക്കിന് മേലെയായിട്ട് ഡിനോട്ട് ചെയ്യണം കേട്ടോ. സോ Cu+O2 ഇവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് CuO ആണ്. കോപ്പർ ഓക്സൈഡ് ആണ് അല്ലേ? സോ ഇവിടെ ഇതിൻ്റെ കളറ് ബ്ലാക്ക് കളറായിട്ട് മാറുന്നു. സോ ബ്രൗൺ കളർ കോപ്പർ എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ കളറ് ബ്ലാക്ക് കളറായിട്ട് മാറുന്നു. സോ ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ?
ബിക്കോസ് Cu എന്ന് പറയുന്നത് കോപ്പറാണ്. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണ്? CuO ആണ് അല്ലേ. സോ ഇതിൻ്റെ കളറാണ് ആക്ച്വലി ബ്ലാക്ക് കളർ. ഇവിടെ എന്ത് റിയാക്ഷൻ നടക്കുന്നത് നോക്കിയേ. ഒരു സബ്സ്റ്റൻസിന് എന്ത് കൊടുക്കണം നമ്മൾ? ഓക്സിജൻ ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഗെയിൻസ് ഓക്സിജൻ. ആ റിയാക്ഷനെയാണ് നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഇഫ് എ സബ്സ്റ്റൻസ് ഗെയിൻസ് ഓക്സിജൻ ഡ്യൂറിങ് എ റിയാക്ഷൻസ് ഇറ്റ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ റിയാക്ഷൻസ്. സോ ഇവിടെ കോപ്പറാണ് ഓക്സിജനെ ഗെയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റും കോപ്പർ ഈസ് ഓക്സിഡൈസ്ഡ്. കോപ്പറിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ഓക്സിഡേഷൻ ആണ്. കോപ്പറിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. ദാറ്റ് ഈസ് കോപ്പർ ഈസ് സെറ്റ് ടു ബി ഓക്സിഡൈസ്ഡ്. നെക്സ്റ്റ് റിഡക്ഷൻ. സോ റിഡക്ഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നിലെ റിയാക്ഷനിൽ CEO ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ദാറ്റ് ഈസ് Cu പ്ലസ് ഓക്സിജൻ CuO ഫോം ചെയ്തു. ഇനി ഈ CuOയിൽ ഇത് കോപ്പർ ഓക്സൈഡ് ആണല്ലേ. ഞാൻ പറഞ്ഞു കോപ്പർ ഓക്സൈഡിൻ്റെ കളർ എന്തായിരുന്നു? ബ്ലാക്ക് ആണ്. ഇവിടെ കോപ്പറിൻ്റെ കളർ ബ്രൗൺ ആണെന്ന് പറഞ്ഞു. ഇനി ഈ CuOയിലൂടെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി ചേഞ്ചസ് ടു Cu പ്ലസ് H2O. സോ ഈ റിയാക്ഷൻ നോക്കി. അപ്പോൾ ഇവിടെ പിന്നെയും Cu ആയി അല്ലേ. സോ ആ ബ്ലാക്ക് കളർ സബ്സ്റ്റൻസിലൂടെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ചേഞ്ചസ് ടു ബ്രൗൺ കളർ. ദാറ്റ് മീൻസ് ബിക്കോസ് ദ പ്രൊഡക്റ്റ് ഫോംഡ് ഈസ് കോപ്പർ. ഇവിടെ ഉണ്ടായ പ്രൊഡക്റ്റ് എന്താണ്? കോപ്പർ ആണ് അല്ലേ. ഈ റിയാക്ഷനാണ് റിഡക്ഷൻ. അപ്പോൾ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോപ്പർ ഓക്സൈഡിൽ നിന്ന് ഓക്സിജനെ റിമൂവ് ചെയ്തു. റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ് റിഡക്ഷൻ. അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ് ഓക്സിഡേഷൻ എങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ് റിഡക്ഷൻ. കണ്ടോ, ഈ CuOയിൽ നിന്ന് ഓനെ റിമൂവ് ചെയ്തിട്ട് Cu ആയി പ്രൊഡക്റ്റ്. സോ ഈ റിയാക്ഷനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയാം. സോ ദിസ് ഈസ് റിഡക്ഷൻ. ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് ഓക്സിജൻ ഈസ് നോൺ ആസ് റിഡക്ഷൻ ഓർ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ നമുക്കതുപോലെ റിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് അതിൻ്റെ പേരിൽ തന്നെയുണ്ടല്ലേ എന്തൊക്കെയാ? റിഡക്ഷനും ഓക്സിഡേഷനും. ഇത് രണ്ടും കൂടി ചേർന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയാം. ഇപ്പം നമ്മളെടുത്ത ആ എക്സാമ്പിൾ തന്നെ എടുക്കുക. CuO പ്ലസ് H2 ഗീവ്സ് Cu പ്ലസ് H2 എന്നൊരു റിയാക്ഷൻ. അപ്പോൾ ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും വന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷനെ നമ്മൾ റിഡോക്സ് റിയാക്ഷനായിട്ട് പറയും. ഇപ്പോൾ ഇവിടെ കോപ്പറിന് ഇവിടെ എന്താ സംഭവിച്ചത്? കോപ്പറിൽ നിന്ന് ഓക്സിജൻ ഇവിടെ നഷ്ടപ്പെടുക ചെയ്തു അല്ലേ. സോ ഇവിടെ എന്ത് സംഭവിച്ചു? കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചു. ഹൈഡ്രജൻ എന്താ സംഭവിച്ചത്? ഹൈഡ്രജൻ്റെ കൂടെ വാട്ടർ ഇവിടെ ആഡ് ചെയ്യപ്പെട്ടു അല്ലേ. ഹൈഡ്രജൻ്റെ കൂടെ വാട്ടർ ഇവിടെ ആഡ് ചെയ്ത് H2 ആയിട്ട് മാറി. അപ്പോൾ ഹൈഡ്രജൻ ഇവിടെ എന്താ സംഭവിച്ചത്? ഓക്സിഡേഷനാണ്. സോ കോപ്പറിന് റിഡക്ഷൻ ആണെങ്കിൽ ഹൈഡ്രജന് ഓക്സിഡേഷനാണ് സംഭവിച്ചത്. സോ ഈ രണ്ട് റിയാക്ഷനും ഒരു കെമിക്കൽ റിയാക്ഷന് വരുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻസ്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ റിഡോക്സ് റിയാക്ഷൻ. വേറൊരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം. സിങ്ക് ഓക്സൈഡ് പ്ലസ് കാർബൺ ഇസ് ഈക്വൽ ടു സിങ്ക് പ്ലസ് CO കാർബൺ മോണോക്സൈഡ്. സോ സിങ്കിൽ നിന്ന് ഓക്സിജൻ നഷ്ടപ്പെട്ടു. സോ ഇവിടെ എന്താണ്? റിഡക്ഷനാണ്. ഇനി കാർബണിൻ്റെ കൂടെ ഓക്സിജൻ ആഡ് ചെയ്യപ്പെട്ടു. സോ ഇവിടെ എന്താണ്? ഓക്സിഡേഷനാണ്. സോ രണ്ടും കൂടി വരുന്നത് കാരണം ഇതൊരു റിഡോക്സ് റിയാക്ഷന് എക്സാമ്പിളാണ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. സോ നെക്സ്റ്റ് ടോപ്പിക്ക് ഓക്സിഡേഷൻ ഇൻ എവറിഡേ ലൈഫാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അതിനുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസ് ആണ് കൊറോഷനും റാൻസിഡിറ്റി. സോ ഫസ്റ്റ് നമുക്ക് കൊറോഷൻ എന്താണെന്ന് നോക്കാം. സോ നമ്മൾ ഇരുമ്പ് അല്ലേ, അയൺ. ഇരുമ്പ് നമ്മൾ കുറേ ദിവസം നമ്മൾ മേടിക്കുന്ന സമയത്ത് വളരെ ഷൈനി ആയിട്ടുള്ളൊരു മെറ്റലാണ് ഇരുമ്പ് അല്ലേ, അയൺ. സോ കുറേ ദിവസം കഴിയുമ്പോൾ ആ ഇരുമ്പിൻ്റെ കളർ അങ്ങോട്ട് മാറി തുടങ്ങും അല്ലേ. അതിൻ്റെ മേലെ ഒരു ബ്രൗൺ കോട്ടിംഗ് ഒക്കെ വന്നു തുടങ്ങും. അപ്പോൾ അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? അയൺ റസ്റ്റായിട്ട് മാറണം. റസ്റ്റ് എന്ന് പറഞ്ഞാൽ തുരുമ്പ്. സോ കുറേ ദിവസം കഴിയുമ്പോൾ
ഇരുമ്പ് തുരുമ്പായിട്ട് മാറുന്നു അല്ലേ. അതേപോലെ ഒരുപാട് മെറ്റൽസ് ഉണ്ട്. നമ്മൾ സിൽവറൊക്കെ നമ്മൾ ഓർണമെൻറ്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും അത് മേടിക്കുമ്പോൾ നല്ല ഷൈനിങ് ആയിരിക്കും അല്ലേ, നല്ല കളറായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിലേക്ക് ഒരു ബ്ലാക്ക് കളർ വരുന്നില്ലേ. അതുപോലെ കോപ്പറിൻ്റെ നമ്മൾ ചെമ്പിൻ്റെ പാത്രങ്ങളാണെങ്കിലും അതുപോലെ അങ്ങനെയുള്ള കോപ്പറിൻ്റെ ഐറ്റംസൊക്കെ കുറേ ദിവസം കഴിയുമ്പോൾ അതിൽ നമ്മളൊരു ഗ്രീൻ കളർ കോട്ടിങ് കാണാറുണ്ട് അല്ലേ. അതിന് നമ്മൾ പറയുന്നത് എന്താണ്? ടാർണിഷ് എന്ന് നമ്മൾ പറയാറുണ്ട് ആ ഗ്രീൻ കളർ കോട്ടിങ്ങിന്. ഇതുപോലെ എല്ലാ മെറ്റൽസും നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഉള്ള ആ ഷൈനിങ് കുറേ കഴിയുന്ന സമയത്ത് അത് ചേഞ്ച് ചെയ്യുന്നു അല്ലേ. അതിൻ്റെ ഷൈനിങ് അവിടെ നഷ്ടപ്പെടുന്നു. അതിനുള്ള റീസണാണ് കൊറോഷൻ. കൊറോഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അതിന് നാശം അല്ലേ, അതിന് നശിക്കുന്നതിനാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഏതൊരു മെറ്റലാണെങ്കിലും വെൻ എ മെറ്റൽ ഈസ് അറ്റാക്ക്ഡ് ബൈ സബ്സ്റ്റൻസസ് അറൗണ്ട് ഇറ്റ്, ദാറ്റ് മീൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറും അതുപോലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ബാക്കിയുള്ള സബ്സ്റ്റൻസുമായിട്ട് ആസിഡ്സുമായിട്ടും വാട്ടർ വേപ്പറുമായിട്ടും മോയ്സ്ചറായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് മെറ്റലിൻ്റെ ഷൈനിങ് നഷ്ടപ്പെടുന്നു. ആ റിയാക്ഷനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുക. ആക്ച്വലി നൗ എ ഡേയ്സ് കൊറോഷൻ ഈസ് എ സീരിയസ് പ്രോബ്ലം ബിക്കോസ് ഒരുപാട് ഡാമേജസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ കൊറോഷൻ കാരണം. ഇപ്പോൾ കാർ ബോഡീസ്, അതുപോലെ ബ്രിഡ്ജ്, അതുപോലെ ഷിപ്സിൻ്റെ മെറ്റൽസ്, അങ്ങനെ എല്ലാത്തിനും ഒരുപാട് ഡാമേജ് ഉണ്ടാകുന്നു. സോ കൊറോഷനുള്ള മെയിൻ റീസൺ എന്താണ്? ഓക്സിഡേഷനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ റാൻസിഡിറ്റി. എന്ന് പറഞ്ഞാൽ റാൻസിഡ് എന്ന് പറഞ്ഞാൽ തന്നെ മീനിങ് എന്താ? ദുർഗന്ധം അല്ലേ, വളരെ പുളിച്ചാന്നൊക്കെ നമ്മൾ പറയില്ലേ. ദുർഗന്ധത്തിനാണ് നമ്മൾ റാൻസിഡ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുക. സോ റാൻസിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാറ്റി പ്രൊഡക്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫാറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, അതുപോലെ ഓയിലി ഫുഡ് ഐറ്റംസ് ഉണ്ടാവും അല്ലേ. സോ ഈ ഫാറ്റ്സും ഓയിൽസൊക്കെ നമ്മുടെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും ചേഞ്ച് ചെയ്യുന്നു. സോ വളരെ ഓയിലി ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വളരെ ഫാറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ കുറേ കാലം നമുക്ക് തുറന്ന് വെക്കാൻ പറ്റില്ല അല്ലേ. അത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറിലൊന്നും വലിയ വ്യത്യാസം വരില്ല, പക്ഷേ അതിൻ്റെ ടേസ്റ്റിനും അതിൽ നിന്നൊരു ബാഡ് സ്മെല്ലാണ് വരിക. അപ്പോൾ അങ്ങനെ ആ റിയാക്ഷനെയാണ് നമ്മൾ റാൻസിഡിറ്റി എന്ന് പറയുക. സോ അതുകൊണ്ട് തന്നെയാണ് മിക്ക പ്രൊഡക്ട്സിലും ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്യാറുണ്ട് അല്ലേ. എസ്പെഷ്യലി നമ്മുടെ ഫുഡ് ഐറ്റംസിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്യാറുണ്ട്. സോ ഈ ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് ദേ ആർ ആക്ടിങ് ആസ് എ ബാരിയർ ബിറ്റ്വീൻ ദാറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ഓക്സിജൻ. സോ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ അയൺ റെസ്റ്റ് ആവുന്നു എന്ന് പറഞ്ഞു അല്ലേ. സോ അയൺ റെസ്റ്റ് ആവുന്ന സമയത്ത് നമ്മളവിടെ അയൺ റെസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പെയിൻറ്റ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ പെയിൻറ്റ് ചെയ്യാറുണ്ട്, ജനലാണെങ്കിലും വാതിലാണെങ്കിലും അതിൻ്റെ കമ്പികളൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യാറുണ്ട് അല്ലേ. സോ പെയിൻറ്റ് ചെയ്യുന്നത് എന്താണ്? പെട്ടെന്ന് ഇരുമ്പിൻ്റെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ടുള്ള ആ കോണ്ടാക്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഫാറ്റി ഓയിലി ഫുഡ്സിൽ നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഓക്സിജനുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റ് അവിടെ കുറയ്ക്കുന്നതിനാണ് ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്യുന്നത്. മെയിൻലി ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി അതുപോലെ ഇ, ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. അതുപോലെ ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഓക്കെ, so actually what is mean by rancidity? Rancidity means it is a condition in which the substances with the oil and fat gets oxidized when they are exposed to air. That is called rancidity. So rancidity-യും corrosion-ഉം ഓക്സിഡേഷനിലുള്ള എവറിഡേ ലൈഫിലുള്ള രണ്ട് എക്സാമ്പിൾസ് ആണ് കേട്ടോ. സോ ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഇനിയുണ്ട്. നിങ്ങൾ കൊറോഷനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ചാപ്റ്ററുകളിൽ പഠിക്കുന്നുണ്ട്. സോ ഓവറോൾ ഈ ചാപ്റ്റർ ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ 2 വീഡിയോസും കാണാം. 2 വീഡിയോസും കണ്ടിട്ട് ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ തീർച്ചയായും ഇടണം. നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. അതുപോലെ എൻ്റെ വീഡിയോ തുടർന്നും കാണുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ലേൺ സ്മാർട്ട്.